പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനിയിലെ ജീവനക്കാരൻ പി ഉണ്ണി ജീവനൊടുക്കിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നെന്ന് സഹപ്രവർത്തകർ. ശമ്പളത്തിനായി പ്രത്യേക പാക്കേജ് നൽകാമെന്ന് വ്യവസായ മന്ത്രിയുടെ ഉറപ്പ് മാനേജ്മെന്റ് അട്ടിമറിച്ചെന്നും ജീവനക്കാർ 24-നോട് പറഞ്ഞു. വിവാഹം നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള നിലയിലായിരുന്നു ഇത്രയും നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിനകത്ത് MD പറഞ്ഞു അങ്ങനെ ഒരു പാക്കേജോ മറ്റുള്ളതൊന്നുമില്ല എന്നുള്ള നിലയിൽ ഓറലായിട്ട് സംസാരിച്ചത് മൊത്തത്തിലൊരു ഫ്ലാഷിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പ്രയാസവും 11 മാസമായിട്ട് സാലറി കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസവും അല്ലാതെ മറ്റുള്ളൊരു വിഷയം ഈ ഉണ്ണിക്ക് സൂയിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ട്രാക്കോ കേബിൾ കമ്പനി പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജ് കിട്ടാത്തതിൽ ഉണ്ണി മാനസിക വിഷമത്തിലായിരുന്നു എന്ന് സഹോദരൻ ശിവരാജൻ. മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കെയാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്നും ശിവരാജൻ പറഞ്ഞു. കാരണം അവന് ഒരു വർഷത്തോളമായിട്ട് ജോലിയില്ല, വരുമാനമില്ലാത്ത സ്ഥിതിയാണ്. അത് മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസമാണ് മകളുടെ കല്യാണ നിശ്ചയം കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞ് നമ്മൾ കമ്പനീൻ്റെ ഇതിൽ തീരുമാനമാകുന്നുണ്ട്, അത് തെറ്റില്ലാത്തൊരു പാക്കേജോ ഇതൊക്കെ കിട്ടും, അതുകൊണ്ട് നമുക്ക് കല്യാണമൊക്കെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്ക് ഭംഗിയായിട്ട് നടത്തുന്നതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അവൻ എന്തോ ഒരു മനമാറ്റം വന്നത്. അപ്പോൾ അത് നമ്മൾ കേൾക്കുന്നത് എന്തോ ഒരു ഉദ്ദേശിച്ച പാക്കേജ് കിട്ടില്ല എന്നോ, അതുകൊണ്ട് വിചാരിച്ച ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമായി കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ തോന്നി. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എൻ്റെ അനുജൻ ഈ കടുകൈ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്. അവന് കുറച്ചൊക്കെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവന് ഒരു വർഷത്തോളം ജോലിയൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ വരുമാന മാർഗ്ഗം മുട്ടുമ്പോഴുള്ള ഒരു മാനസിക പ്രയാസം അവനെ നല്ല ബാധിച്ചിരുന്നു. തുടർച്ചയായ നഷ്ടത്തിലായതോടെ ട്രാക്കോ കേബിൾ കമ്പനി വലിയ പ്രതിസന്ധിയിലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ MDയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ട്. സർക്കാർ പരിഹാര മാർഗ്ഗങ്ങൾ തേടുമ്പോൾ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി. അപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. അത് നിങ്ങൾ കുടുംബവുമായിട്ട് സംസാരിച്ചാലേ അതിനറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് എൻ്റെ പശ്ചാത്തലം എന്നുള്ളത്, അവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ എന്താണ്, കുടുംബത്തിന് മറ്റ് വരുമാന മാർഗ്ഗങ്ങളുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ MD ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ പോവുകയും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. വേഗത്തിൽ തന്നെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യം സർക്കാർ ശ്രദ്ധിക്കുക. MDയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ OST അതിൻ്റെ ചാർജുള്ള AS ഉദ്യോഗസ്ഥയോട് എല്ലാ വശങ്ങളിലും നമ്മളെടുത്ത തീരുമാനങ്ങൾ എത്ര നടപ്പിലായി, അതിൻ്റെ പൊതുസ്ഥിതി എന്താണ്, ഇത് സംബന്ധിച്ചുള്ള അശ്വിൻ പാലാഴിയ വാർത്തകൾ. അശ്വിനി, ട്രാക്കോ കേബിൾസ് ജീവനക്കാരുടെ ദുരവസ്ഥയെക്കുറിച്ച് നേരത്തെയും ചില സൂചന ഉണ്ടായിരുന്നെങ്കിലും ഒരാൾ ജീവനൊടുക്കാനും മാത്രം അത്ര ഗുരുതരമായിരുന്നുവോ കാര്യങ്ങൾ? അശ്വിൻ. ഹാഷ്മി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കഴിഞ്ഞ 2 വർഷക്കാലമായി തുടങ്ങിയതാണ് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലെ ഈ പ്രതിസന്ധി. കഴിഞ്ഞ 11 മാസക്കാലമായി ശമ്പളം പൂർണ്ണമായും മുടങ്ങുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പി ഉണ്ണി ഒരു ആത്മഹത്യയിലേക്ക് പോയതെന്നടക്കമാണ് ജീവനക്കാരും ഒപ്പം കുടുംബവും എല്ലാം ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ളത് വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണവുമാണ്. പ്രതിസന്ധി ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഒപ്പം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പല ഇടപെടലുകളും സർക്കാർ തലത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം തിരിച്ചടിയായത് ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് എന്നൊരു കുറ്റപ്പെടുത്തലാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ട്രാക്കോ കമ്പനിക്ക് മുന്നിലാണ്. ഇവിടെ പ്രതിഷേധമടക്കം ജീവനക്കാർ സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾ മന്ത്രിയുടെ പ്രതികരണം കേട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും കേട്ടിരുന്നു. മന്ത്രിയുടെ പ്രതികരണം വളരെ അപലപനീയമാണ്. കാരണം ഞങ്ങൾ കേസിന് പോകേണ്ട സാഹചര്യം ഉണ്ടായത് മന്ത്രി നടത്തിയ ഒരു ചർച്ചയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. മന്ത്രിയുടെ ചേംബറിൽ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കേജ് ഡിക്ലെയർ ചെയ്തു. ആ പാക്കേജ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇവിടെ കമ്പനിക്കകത്ത് പാക്കേജിനെ കുറിച്ച് മാത്രം ഒരു സംസാരമില്ല, MD തലത്തിലോ ഒരു സംസാരമില്ല. സ്ഥലം ഹാൻഡ് ഓവർ ചെയ്യാനുള്ള തീരുമാനത്തിനുമായി മന്ത്രിയുടെ തീരുമാനത്തിൽ നിങ്ങൾ പ്രതിഷേധത്തിലാണ്. മന്ത്രി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. എന്തായാലും ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. മന്ത്രി പറഞ്ഞതിലടക്കം അവർക്ക് വലിയ എതിർപ്പാണുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം. പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മന്ത്രി പറയുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ട്, അവർക്ക് വിയോജിപ്പുണ്ട്. എന്തായാലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ.